കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ ലിഡിയ. ഈ പാചകവാതകത്തിന്റെ വിലവർധനവ് വലിയ രീതിയിലാണ് ഈ ഹോട്ടൽ ഉടമകളെയും റെസ്റ്റോറന്റ് അസോസിയേഷനും ഒക്കെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധത്തിലാണ് ഹോട്ടൽ ഉടമകൾ ഉള്ളത്. ഈ നമ്മളുള്ളത് ഒരു വൈറ്റിലയിലെ ഒരു കാറ്ററിംഗ് സർവീസിലാണ്. ഇവിടെയും ആളുകൾ വലിയ പ്രതിഷേധത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് എന്നുള്ളതാണ്. 1000 രൂപയ്ക്കടുത്ത് ഒറ്റയടിക്ക് വില വർദ്ധിപ്പിച്ചത് ഇരുട്ടടിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മെയ് 6-ന് സംസ്ഥാന വ്യാപകമായി ഒരു പണിമുടക്കിലേക്ക് നീങ്ങാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടാ, വലിയ പ്രതിസന്ധി തന്നെയാണല്ലേ? വളരെയധികം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പെട്ടെന്നൊരു വിലക്കയറ്റം ഞങ്ങൾക്ക് താങ്ങാനാവാത്തൊരു രീതിയിലായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഓർഡറുകൾ മാസങ്ങൾക്ക് മുമ്പെടുത്താണ്. ഇപ്പോൾ സീസൺ ടൈമാണ്. പഴയ റേറ്റിന് എടുത്തിരിക്കുന്ന ഓർഡർ ഇപ്പോൾ നിലവിലുള്ള ഗ്യാസ് ഞങ്ങളെ വളരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഹോട്ടൽ ഉടമകളെ മാത്രമല്ല, ഈ സാധാരണക്കാരെയും ഇത് വലിയ രീതിയിൽ ബാധിക്കുമല്ലേ? സാധാരണക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ലഞ്ച് ഹോട്ടലുണ്ട്. അതിൽ വരുന്ന എല്ലാം മീഡിയം ക്ലാസ് ആൾക്കാരാണ്. നമുക്കൊരു 10 രൂപ പോലും കൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡെയിലി കഴിക്കാൻ വരുന്ന ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് 10 രൂപ കൂടുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ചായയുടെ വരെയും പണം കൂടുന്നത്. അതെ, വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. ഇത് ഹോട്ടൽ ഉടമകളെ മാത്രമല്ല, ഇത് സ്വാഭാവികമായും ബാധിക്കുക പൊതുജനങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000 രൂപയ്ക്കടുത്ത് ഒറ്റയടിക്ക് ഗ്യാസിന് വില വർദ്ധിക്കുമ്പോൾ അത് സ്വാഭാവികമായും അതായത് ഈ ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല. ചായയുടെ അടക്കം, ഊണിന്റെ അടക്കം എല്ലാത്തിന്റെയും വില വർദ്ധിപ്പിക്കാതെ മറ്റ് മാർഗ്ഗങ്ങളില്ലാത്ത ഒരു സ്ഥിതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ബുദ്ധിമുട്ടിലാണ് ഹോട്ടൽ ഉടമകൾ. അതുപോലെ തന്നെ പൊതുജനങ്ങളും വലിയ ആശങ്കയിലാണ്. ഈ ഒറ്റയടിക്ക് ഇത്രയധികം വില വർദ്ധിപ്പിച്ചാൽ ഈ സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ, ഭക്ഷ്യസാധനങ്ങൾക്ക് വില കൂടുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതിന്റെ വലിയ ആശങ്കയിലാണ് പൊതുജനങ്ങളും ഉള്ളത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി 6-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു പണിമുടക്കിലേക്ക് നീങ്ങുന്നു. അതുപോലെ തന്നെ IOC-യിലേക്ക് അടക്കം വിവിധ മേഖലകളിൽ മാർച്ച് സംഘടിപ്പിക്കാനും ഹോട്ടൽ ഉടമകൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൊച്ചിയിലെ പല സ്ഥാപനങ്ങളിലും മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ പാചകവാതക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ മെനു ഒക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പാചകവാതകം കിട്ടാത്തൊരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.